ലോകത്ത് മുഴുവൻ കാടുമുണ്ട്, കാട്ടുമൃഗങ്ങളുമുണ്ട്, വന്യജീവികളുമുണ്ട്. ലോകം മുഴുവൻ ഇത് കൈകാര്യം ചെയ്യുന്നു. ഇവിടെ ഒരു പാവം ആനയിട്ട് ഓടിക്കാൻ തുടങ്ങിയിട്ട് ദിവസം എത്രയായി. ഇതിപ്പോ വന്യജീവികളുടെ അവരോടുള്ള സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ അത് വാസ്തവത്തിൽ വെടിവെക്കുന്നതിനേക്കാൾ വലിയ ക്രൂരതയാണ്. ഇഞ്ചിഞ്ചായി കൊല്ലണം, അതിനിട്ട് ഓടിക്കാൻ തുടങ്ങിയിട്ട് ദിവസമായി. അതിനും ഉപദ്രവവും മനുഷ്യനും ഉപദ്രവവും. മിസ്ഹാൻഡിലിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. വന്യജീവികളെ സംരക്ഷിക്കാനും പറ്റുന്നില്ല, അവരുടെ ആവാസ വ്യവസ്ഥകളും കാര്യങ്ങളും നിലനിർത്താനും പറ്റുന്നില്ല. അതേ അവസരത്തിൽ മനുഷ്യനും പണി, മൃഗങ്ങൾക്കും പണി, എന്നാർക്കൊട്ടും സുരക്ഷിതത്വമില്ല. ഇതിലേറെ ഈ വിഷയം ഇനി ഒരു കൺഫ്യൂഷൻ ആവാനുണ്ടോ? ലോകം മുഴുവൻ കാടും കാട്ടുമൃഗങ്ങളും ഇല്ല, എല്ലാവരും ഇത് ഹാൻഡിൽ ചെയ്യുന്നില്ല. ഇതിനൊക്കെ ഒരു ശാസ്ത്രീയമായ മാർഗ്ഗങ്ങൾ ഉള്ള ആളുകളൊക്കെ മറ്റുള്ള രാജ്യങ്ങളും പ്രദേശങ്ങളൊക്കെ ഇത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നെങ്കിലും ഒന്ന് നോക്കി പഠിച്ച് ഈ കാര്യങ്ങളൊന്ന് ചെയ്തുകൂടെ? ലോകത്ത് ഇത് കാണുമ്പോൾ വാസ്തവത്തിൽ എല്ലാവർക്കും നാണക്കേടാണ്. കാട്ടുമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ കൊടുക്കാൻ കഴിയുന്നില്ല. ഒരു കാട്ടാനെ ഇട്ട് ഓടിക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ പിന്നാലെ നമ്മൾ ഓടാൻ തുടങ്ങിയിട്ട് ദിവസം എത്രയായി, നിങ്ങൾ ഓടാൻ തുടങ്ങിയിട്ട് ദിവസം എത്രയായി? വാർത്താ മാധ്യമങ്ങൾ എല്ലാവർക്കും പണി, എന്നാൽ നാട്ടുകാർക്കൊട്ട് രക്ഷയില്ല. ഇതിനേറെ ഈ വിഷയം ഇനി കുഴപ്പമാക്കാനില്ല. ആകെ കോളാക്കി, ആകെ മോശമാക്കി. ഇപ്പോൾ വന്യജീവികളിൽ നിന്നൊട്ട് രക്ഷയില്ല, വന്യജീവികൾക്കും രക്ഷയില്ല. അതാണ് സംസ്ഥാനത്തെ ഒരവസ്ഥ.